വിനോദസഞ്ചാരം ടൂറിസം വരുമാനത്തിൻ്റെ കാര്യത്തിൽ കേരളം കോവിഡിന് മുമ്പുള്ളതിൽ തുല്യമായ നിലയിലെത്തി സർ. 2023 43,647 കോടി രൂപയാണ് ടൂറിസം മേഖലയിലെ വരുമാനം. ടൂറിസം മേഖലയ്ക്ക് ആകെ 385.02 കോടി രൂപ ഉയർത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 33.6 കോടി രൂപ അധികമാണ്. KDDCക്ക് 13 കോടി രൂപ സർ അനുവദിക്കുന്നു. സർ, ഡൽഹി മുംബൈ മാതൃകയിൽ ഹൈദരാബാദിൽ കേരള ഹൗസ് സ്ഥാപിക്കുന്നതിന് പ്രാഥമികമായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. ദേശീയ അന്തർദേശീയ ടൂറിസം വിപണന പ്രവർത്തനങ്ങൾക്കായി 80 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ അതിഥി മന്ദിരങ്ങൾ, യാത്രീ നിവാസികൾ, കേരള ഹൗസുകൾ എന്നിവയുടെ നവീകരണത്തിനും അതിഥി മന്ദിരങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും പൈതൃക അതിഥി മന്ദിരങ്ങൾ പുനരുദ്ധരിക്കാനും 30 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെ വിധത്തേക്കാൾ 10 കോടി രൂപ അധികമാണ്. മുസിരിസ് ഹെറിറ്റേജ് ആൻഡ് സ്പൈസ് റൂട്ട്, റിവർ ക്രൂയിസ് ഹെറിറ്റേജ്, സ്പൈസ് റൂട്ട് പ്രോജക്റ്റുകൾ എന്നിവ നടപ്പിലാക്കുന്നതിന് 14 കോടി രൂപ വകയിരുത്തുന്നു. ടൂറിസം സാധ്യതകളുടെ വികസിപ്പിക്കുന്നതിനായി കൊല്ലത്തൊരു മറീന നിർമ്മിക്കുന്നതിനാണ്. ഇതുവഴി അറബിക്കടലിന് അനുബന്ധമായ ആഗോള ടൂറിസം നെറ്റ്വർക്കുമായി കാര്യങ്ങൾ ബന്ധിപ്പിക്കാൻ കഴിയും. മറീന നിർമ്മിക്കുന്നതിന് പ്രാഥമിക 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചാമ്പ്യൻസ് ബോട്ട് ലീഗിനായി 8.96 കോടി രൂപ വകയിരുത്തുന്നു. തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. സർ, കോഴിക്കോട് ജില്ലയിൽ വനംവകുപ്പിന് കീഴിൽ ഒരു പുതിയ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലത്ത് ശാസ്താംകോട്ട ടൂറിസം പദ്ധതിക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തെ പൊന്മുടിയിൽ ഒരു റോപ്പ് വേ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ സാധ്യതാ പഠനത്തിനായി 50 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. സാർ, വിനോദസഞ്ചാരികളിൽ വർദ്ധിച്ചു വരുന്ന ട്രക്കിംഗ് താല്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനയാത്രാ പദ്ധതിക്ക് 3 കോടി രൂപ അനുവദിക്കും. സാർ, കേരളത്തിൻ്റെ ഡിസൈൻ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന നിർമ്മാണ കോഡ്, നിർദ്ദിഷ്ട നിർമ്മാണ പാറ്റേൺ, കളർ സ്കീം, സൗന്ദര്യാത്മക രൂപകൽപ്പന എന്നിവ ഉൾപ്പെടുത്തിയുള്ളൊരു മാതൃകാ വിനോദസഞ്ചാര കേന്ദ്രം രൂപീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്കും പൊതു സൗകര്യമായ ഒരു നൂതന കമ്പ്യൂട്ടേഷണൽ മോഡലിങ്ങിനും സിമുലേഷനുമായി ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിലുള്ള 7 ഗവേഷണ സ്ഥാപനങ്ങൾക്കായി 64.2 കോടി രൂപ വകയിരുത്തുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിക്ക് 50 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പൊതുവിദ്യാഭ്യാസം കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 376 സ്കൂളുകളുടെ നിർമ്മാണം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. 400-ലധികം സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, 2021 മെയ് മാസത്തിന് ശേഷം സർക്കാർ എയ്ഡഡ് മേഖലകളിലായി 30,564 അധ്യാപക നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാർ, കൂടാതെ 2,612 അനധ്യാപക നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാർ, കുടിശ്ശികയായിരുന്ന LSS USS സ്കോളർഷിപ്പ് തുക സംബന്ധിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകി തീർത്തിട്ടുണ്ട്. ഇപ്പോൾ അതിനനുസരിച്ചുള്ള കൂടുതൽ ഫണ്ടും ഈ വർഷത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. സാർ, വിദ്യാകിരണം പദ്ധതി അടക്കം ഉള്ള വിവിധ പദ്ധതികൾ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സാർ, ഞാനതെല്ലാം പറയുന്നില്ല. സാർ, ബാരിയർ ഫ്രീ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ബാരിയർ ഫ്രീ സ്കൂൾ സൗകര്യത്തിനായിട്ട് 10 കോടി രൂപ വെക്കുന്നുണ്ട്. സാർ, കേരളത്തിലെ അക്കാഡമിക് വിവിധ ഘടകങ്ങൾ ചേർന്ന അക്കാഡമിക് വികസന പദ്ധതിക്കായി 37.8 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിക്കായിട്ട് സ്കൂളിൽ 44 കോടി രൂപ വകയിരുത്തുന്നു. സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി 150.34 കോടി രൂപ വകയിരുത്തുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി 62 കോടി രൂപ വകയിരുത്തുന്നു. കൈറ്റിൻ്റെ പ്രവർത്തനത്തിനായി 38.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ അഭിയാനുള്ള ആകെ സംസ്ഥാന വിഹിതം 340 കോടി രൂപയാണ്. ഇതിൽ 55 കോടി രൂപ സംസ്ഥാന പദ്ധതി വിഹിതത്തിൽ നിന്നും ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ നിന്നും കണ്ടെത്തുകയാണ്. സമഗ്ര ശിക്ഷ അഭിയാൻ്റെ പ്രൊജക്ട് ഡയറക്ടറേറ്റ് നടപ്പാക്കുന്ന പ്രവൃത്തികൾക്കായിട്ട് 20.5 കോടി രൂപ വിലയിരുത്തുന്നു. കുട്ടികളുടെ പോഷകാഹാര നില മെച്ചപ്പെടുത്തുന്ന ഉച്ചഭക്ഷണ പദ്ധതിക്കായി 402.14 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ കേന്ദ്ര വിഹിതത്തിന് ആനുപാതികമായിട്ടുള്ള സംസ്ഥാന വിഹിതമായിട്ടുള്ള 150 കോടി രൂപയും പാൽമുട്ട ഉൾപ്പെടെയുള്ള അധിക ചെലവുകൾക്കായി 242.14 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പദ്ധതികളുണ്ട്. അതിനകത്ത് എല്ലാ കാര്യവും വായിച്ചതായിട്ട് കരുതും എന്ന് ഞാൻ കരുതുന്നു. സാർ, എല്ലാ സർവകലാശാലയുടെയും കേരള സർവകലാശാലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 37.2 കോടി രൂപ, കോഴിക്കോട് സർവകലാശാലയ്ക്ക് 33.8 കോടി രൂപ, മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് പദ്ധതി വിഹിതം 38.4 കോടി രൂപ, ശങ്കരാചാര്യ സർവകലാശാലയ്ക്ക് 22.05 കോടി രൂപ, കണ്ണൂർ സർവകലാശാലയ്ക്ക് 34 കോടി രൂപ, ലീഗൽ സ്റ്റഡീസ് 12.2 കോടി രൂപ എന്നിങ്ങനെ വിലയിരുത്തുന്നു.
സർ, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ കെട്ടിട നിർമ്മാണം, വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഹോസ്റ്റൽ നിർമ്മാണം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾക്ക് 11.35 കോടി രൂപ വകയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി 13.4 കോടി രൂപ വെക്കുന്നു. സാർ, ഒരു പുതിയ പദ്ധതി ഗവേഷണ രംഗത്ത് പ്രഖ്യാപിക്കുകയാണ്. സാർ, സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും പ്രവേശനം നേടിയിട്ടുള്ള റെഗുലർ ഫുൾ ടൈം ഗവേഷണ വിദ്യാർത്ഥികളിൽ മറ്റു ഫെലോഷിപ്പുകളോ ധനസഹായം ലഭിക്കാത്തയോ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 10,000 രൂപ വെച്ച് ഫെലോഷിപ്പ് നൽകുന്നതാണ്. സാർ, ഇതിനായി CM റിസർച്ചേഴ്സ് സ്കോളർഷിപ്പ് എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. 2025-26 20 കോടി രൂപ ഇതിനായിട്ട് വകയിരുത്തുന്നു. സാർ, ചരിത്ര ഗവേഷണ കൗൺസിലിന് 13 കോടി രൂപ, അസാപ്പ് പ്രവർത്തനങ്ങൾക്ക് 35.10 കോടി രൂപ എന്നിവ വിലയിരുത്തുന്നു. സാർ, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് സ്വന്തം ഭൂമി ഈ വർഷം തന്നെ വാങ്ങി കെട്ടിടം പണി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനായിട്ട് 30 കോടി രൂപ വകയിരുത്തുന്നു. സാർ, അർഹരായ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പ് നൽകുന്നതിനായി 36.70 കോടി രൂപ വകയിരുത്തുന്നു. സാർ, റൂസ പദ്ധതിയുടെ സംസ്ഥാന വിഭജനമായി 30 കോടി രൂപ വകയിരുത്തുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 266.30 കോടി രൂപ വകയിരുത്തുന്നത് മുൻ വർഷത്തേക്കാളും 19 കോടി രൂപ അധികമാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്കായി 31.25 കോടി രൂപ, ഇതും കഴിഞ്ഞ വർഷത്തേക്കാൾ 45 കോടി രൂപ അധികമാണ്. APJ അബ്ദുൽ കലാം സർവകലാശാലയ്ക്ക് 24.10 കോടി വകയിരുത്തുന്നു. സർ, IHRDക്ക് 32.50 കോടി വകയിരുത്തുന്നു. പുതിയ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് 10 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് 40.30 കോടിയും സർക്കാർ പോളിടെക്നിക് വികസന പ്രവർത്തനത്തിന് 42.89 കോടിയും വകയിരുത്തുന്നു. സർ, കലയും സംസ്കാരവും സാംസ്കാരിക മേഖലയ്ക്കുള്ള വിഹിതം മുൻ വർഷത്തെ 170.49 കോടി രൂപയിൽ നിന്ന് 197.49 കോടി രൂപയായി ഉയർത്തുന്നു. A. രാമേന്ദ്രൻ ആർട്ട് ഗാലറി. സർ, പ്രസിദ്ധനായ ചിത്രകാരൻ ശ്രീ A. രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഏകദേശം 300 കോടി രൂപ വിലമതിക്കുന്ന ചിത്രങ്ങൾ സൗജന്യമായി സംസ്ഥാന സർക്കാരിന് കൈമാറുന്നതിന് അദ്ദേഹത്തിൻ്റെ കുടുംബമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹമായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അതിനുള്ള ആർട്ട് ഗാലറി സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് അവിടെ ആരംഭിക്കും. സാർ, പത്മനാഭപുരം കൊട്ടാരത്തിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൻ്റെ സമഗ്ര നവീകരണം ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. സാർ, ജില്ലാതല പുരാവസ്തു പൈതൃക മ്യൂസിയങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതിക്കായി 4 കോടി രൂപയും പുരാരേഖ വകുപ്പിൻ്റെ വിവിധ പദ്ധതിക്കായ പ്രവർത്തനങ്ങൾക്ക് 7.5 കോടി രൂപയും വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പുരാതന നിർമ്മിതികളായ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ 10 കോടി രൂപ വകയിരുത്തുന്നു. മാവേലിക്കര, തകഴി എന്നിവിടങ്ങളിലുള്ള പഴയ ബുദ്ധകേന്ദ്രങ്ങളെ സംരക്ഷിക്കുവാൻ 5 കോടി രൂപയും വകയിരുത്തുന്നു. കാഴ്ചബംഗ്ലാവുകളുടെയും മൃഗശാലയുടെയും പ്രവർത്തനത്തിനായി 28.3 കോടി രൂപ വകയിരുത്തുന്നു. AKG മ്യൂസിയത്തിൻ്റെ പ്രവർത്തനത്തിന് 3.50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശ്രീമൂലം അസംബ്ലിയായി പ്രവർത്തിച്ചിരുന്ന അയ്യങ്കാളി ഹാൾ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് 1 കോടി രൂപ അനുവദിക്കുന്നു.